കുളിച്ച് ഫ്രഷായിരുന്ന നേരത്തെ തന്നെ വൈകുന്നേരം അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗത്തിൽ ആദ്യം തന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഇടിച്ച് പരത്തി കുഴച്ചെടുക്കുമ്പോഴത്തേക്കും പകുതിയുള്ള ദേഷ്യവും സങ്കടവും ആരോടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തീർന്നു കിട്ടും. അന്നമാതിരി നന്നായി ഇടിച്ച് പരത്തി കുഴച്ചെടുത്ത് വെച്ചിട്ട് അവിടെയൊക്കെ പൊടിയൊക്കെ ചിന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. അത് കഴിഞ്ഞ് ഇതേ കുറച്ച് പാത്രങ്ങൾ ഇന്ന് ആകപ്പാടെ മടി പിടിച്ചിട്ട് ഉച്ചയ്ക്ക് പാത്രങ്ങളൊന്നും കഴുകിയിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ കുക്ക് ചെയ്തതിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചടപടയിൽ കഴുകി വെച്ചിട്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. പെട്ടെന്ന് ചിക്കൻ കൊണ്ടുവരുമ്പോഴത്തേക്കും കറി റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി വരത്ത് തന്നിട്ടാണ്. മോള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേക്കും ഈ പരിപാടി തീർക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ വേഗത്തിൽ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അവൾ എണീറ്റ് വന്നിട്ടാണ്. പിന്നെ അവൾക്കുള്ള പാലും കൊടുത്തിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്ത് ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടനപ്പോഴത്തേക്കും ചിക്കനായിട്ട് വന്നിട്ടാണ്. അപ്പോൾ ഞാനത് കുറച്ച് വിനീഗറിലിട്ട് വെച്ചാണ് കഴുകാനായിട്ട്. പിന്നെ ജാനൊരു ഡയറി മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പിന്നെ മിഠായി കിട്ടിയ ഹാപ്പി ആവാത്ത ആരാ ഉള്ളതല്ലേ. ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കണ്ടേ. അപ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. ഞാനിത് എണ്ണയൊന്നും തൊടാറില്ല കേട്ടോ. മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ചുട്ടെടുക്കണം. വല്ലപ്പോഴൊക്കെ എണ്ണയൊക്കെ ഇടാറുള്ളൂ. അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണെന്ന്. ചിക്കൻ കറിയിലേക്ക് മസാല അരക്കലും വറുക്കലും പരിപാടിയൊന്നുമില്ല. ചെറിയുള്ളിയും എടുത്തിട്ടില്ല. സാധാരണ ഞാൻ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് ഇതേ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കനും തട്ടിക്കൊടുത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ചാറ് വേണമല്ലോ ചപ്പാത്തി കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഇച്ചിരി ചാറാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടാ. പിന്നെ ചേട്ടൻ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വീണ്ടും കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ചേട്ടൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ചാച്ച ബൈ സീ യു. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്